എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കുന്നതാണ്. അതായത് ഓഗസ്റ്റ് 20-ാം തീയതി അവസാനിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടുന്നതായിരിക്കും. അതായത് കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള നഴ്സിംഗ് സീറ്റ് എനിക്ക് വേണ്ട എങ്കിൽ ഞാൻ അഡ്മിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു തീരുമാനമെടുക്കുക. കാരണം പല വിദ്യാർത്ഥികളും പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ കിട്ടിയ കോളേജ് വേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ കോഴ്സ് വേണ്ട എന്ന് പറയും. പിന്നീട് പാരാമെഡിക്കൽ കോഴ്സുകളിൽ നിന്നും അതായത് പിന്നീടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ഇപ്പോൾ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ തന്നെ വേറെ ഏതെങ്കിലും കോഴ്സിലേക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികളും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ആദ്യം കിട്ടിയ സീറ്റിലേക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ആദ്യം ഞാൻ അഡ്മിഷൻ എടുക്കാതെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ നഴ്സിംഗ് കോളേജിൽ എനിക്ക് വീണ്ടും അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട്, അതായത് ഓഗസ്റ്റ് 20-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സീറ്റ് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടും. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സീറ്റ് കിട്ടുന്നതല്ല. പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് വേറെ ഏതെങ്കിലും സീറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ ഓപ്ഷൻ കൊടുത്തതിനനുസരിച്ച് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു പുതുതായിട്ട് കിട്ടുന്ന കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ആദ്യം കിട്ടിയ 1, 2, 3 അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ, നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കിട്ടിയ സീറ്റ് അവിടെ നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു കോഴ്സിനോട് അല്ലെങ്കിൽ ഈ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്ന് താല്പര്യം തോന്നിക്കഴിഞ്ഞാലും പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ സീറ്റ് വേണ്ട വിദ്യാർത്ഥികൾ ഈ ഒരു നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സീറ്റ് അവിടെ നഷ്ടപ്പെടുന്നത് ആയിരിക്കുമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ കാരണം പല വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് അഡ്മിഷൻ എടുത്തിട്ടില്ല. അങ്ങനെ അഡ്മിഷൻ എടുക്കാതെ പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് പാരാമെഡിക്കൽ കോഴ്സിൽ കിട്ടിയിട്ടും പിന്നീട് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ ഒരു കോഴ്സ് വേണ്ട, എനിക്ക് ആദ്യം കിട്ടിയ നഴ്സിംഗിലേക്ക് മാറാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ കിട്ടിയ കോളേജ് കോഴ്സ് മതി എന്നുള്ള വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ നാളെ വൈകുന്നേരം 5 മണി 3 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ കിട്ടിയിട്ടുള്ള സീറ്റ് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതായത് ആ ഒരു സീറ്റ് ഇപ്പോൾ കിട്ടിയ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റ് അവിടെ നഷ്ടപ്പെടുന്നത് ആയിരിക്കുമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അതായത് അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സുകൾക്ക് മാത്രം പ്രവേശനം നേടാൻ താല്പര്യമുള്ള അപേക്ഷകർ നഴ്സിംഗ് അലോട്ട്മെൻറ്റ് ലഭിച്ച പക്ഷം ഇപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ടതില്ല. അതുപോലെ അലൈഡ് ഹെൽത്ത് സയൻസസ് കോളേജുകൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ അവർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നഴ്സിംഗ് കോഴ്സുകൾക്ക് നിങ്ങൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലും, അതായത് ഇവിടെ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾ നഴ്സിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലും അലൈഡ് ഹെൽത്ത് സയൻസസ് കോളേജുകൾക്ക് ഓപ്ഷൻ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം മാറ്റം അനുവദിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ കിട്ടിയ സീറ്റ് തന്നെ മതി എന്നുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാം, എന്നാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പാരാമെഡിക്കൽ വേറെ കോഴ്സ് കിട്ടിയാൽ അത് സ്വീകരിക്കാം എന്നുള്ള രീതിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ നേടിയ ശേഷം അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന സീറ്റിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ടും പറ്റുന്നത് ആയിരിക്കും. അതായത് പുതുതായിട്ട് കിട്ടുന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് കോളേജിലേക്ക് മാറാനും സൗകര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. 3 മണി എന്ന് പറയുന്നത് ചില കോളേജ് 3 മണി വരെയൊക്കെ ആയിരിക്കും അഡ്മിഷൻ അത് പ്രവർത്തിക്കുക. കാരണം ചില കോളേജ് 4 മണി വരെയൊക്കെ ഉണ്ടായിരിക്കും, എന്നാൽ ചില കോളേജ് 3 മണിക്കൊക്കെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആ ഒരു 3 മണി വരെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അലോട്ട്മെൻറ്റ് ഇതുവരെ പരിശോധിച്ചിട്ടില്ലെങ്കിൽ പരിശോധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ആയിട്ട് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക, പ്രൊഫൈൽ പേജിലേക്ക് പോകുക. അവിടെ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അലോട്ട്മെൻറ്റ് നമ്പർ 3 എന്ന് കാണാൻ
പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ 3 എന്നാണ് അലോട്ട്മെൻറ്റ് നമ്പർ കാണാൻ പറ്റുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ UPIയോ നെറ്റ് ബാങ്കോ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രൊഫൈൽ പേജിൽ വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടുണ്ടാകും. അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൻ്റെ 1-2 കോപ്പി നിങ്ങൾ എക്സ്ട്രാ എടുത്ത് വയ്ക്കുക. കാരണം പിന്നീട് വല്ല സ്കോളർഷിപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അതിനൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രാ കോപ്പി എടുത്ത് വെക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ അത്, SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഹെപ്പറ്റൈറ്റിസ് B എടുത്ത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B എടുത്ത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടൈമിൽ നിർബന്ധമല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ടുള്ളത് CNS ആണ്. CNS എന്നാൽ പറഞ്ഞാൽ കമ്പൽസറി നഴ്സിംഗ് സർവീസസ് ആണ്. ഇതും അഡ്മിഷൻ ടൈമിൽ ആവശ്യമില്ല, അത് പിന്നീട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കോളേജിൽ അടക്കേണ്ട ഫീസ്, ഇപ്പോൾ സെൽഫ് ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ കോളേജിൽ ഒരു നിശ്ചിത ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ഫീസ് കൂടി എടുത്തിട്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷനായിട്ട് പോവുക. അപ്പോൾ നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.